ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വളരെയധികം ചിന്തിപ്പിക്കുന്ന പല സ്റ്റോറീസും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു കുറച്ച് സ്റ്റോറീസാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കൊച്ചു കൊച്ചു കഥകൾ, എന്നാൽ ഇത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കഥകളാണ്. നമുക്ക് കഥകളിലേക്ക് കിടക്കാം. സ്റ്റോറി നമ്പർ 1. കുറച്ച് കുരങ്ങന്മാരെ വലിയൊരു കൂട്ടിനകത്തിട്ടിട്ട് ആ കൂടിൻ്റെ മുകളിൽ പഴം കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ പഴം എടുക്കാൻ പറ്റുന്ന പോലെ അവിടെ ഒരു കോണിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു കുരങ്ങൻ ആ പഴം എടുക്കാൻ വേണ്ടി മേലേക്ക് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ബാക്കി കുരങ്ങന്മാരെ മേലേക്കൊക്കെ വെള്ളം ചീറ്റിക്കാൻ തുടങ്ങി. ഇതൊരു പരീക്ഷണമായിട്ട് നടത്തിയതാണ്. അതായത് ഏതെങ്കിലും ഒരു കുരങ്ങൻ പഴം എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ പോകാത്ത മറ്റു കുരങ്ങന്മാർക്ക് വെള്ളം ചീറ്റിക്കും, അവരുടെ മുഖത്തേക്ക് വെള്ളം പമ്പ് ചെയ്യും. ഈ കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കുരങ്ങന്മാരുടെ ഇടയിൽ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. അതായത് ആരെങ്കിലും പഴം എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ വെള്ളം ചീറ്റിക്കുന്ന ഉപദ്രവം സഹിക്കേണ്ടി വരുന്നവർക്ക് മനസ്സിലായി. അപ്പോൾ കുരങ്ങന്മാരുടെ ഇടയിൽ തന്നെ ഒരു നിയമമുണ്ടായി. അതായത് ഏതെങ്കിലും ഒരു കുരങ്ങൻ പഴം എടുക്കാൻ വേണ്ടി കോണി കയറി പോവുകയാണെങ്കിൽ ബാക്കി എല്ലാ കുരങ്ങന്മാരും കൂടെ ആ കുരങ്ങനെ വലിച്ച് താഴെയിട്ട് ഇടിക്കാൻ തുടങ്ങി. അതായത് ഉപദ്രവിക്കാൻ തുടങ്ങി, പഴം എടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഏത് കുരങ്ങന്മാരും മേലേക്ക് പഴം എടുക്കാൻ വേണ്ടി പോകുന്നില്ല. ആ രീതിയിലേക്കൊരു നിയമം ആ കൂട്ടിനകത്തുണ്ടായി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കൂട്ടിനുള്ളിൽ നിന്ന് ഒരു കുരങ്ങനെ എടുത്ത് പുറത്താക്കി. അതിനുശേഷം പകരം പുതിയൊരു കുരങ്ങനെ ആ കൂട്ടിനകത്തേക്ക് ആക്കി. ആ കുരങ്ങനെ ഈ കൂട്ടിനകത്ത് സംഭവിച്ച സംഭവങ്ങളും അറിയില്ല, നിയമങ്ങളും അറിയില്ല. ഈ കുരങ്ങൻ പഴം കണ്ട ഉടനെ തന്നെ കോണി കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ബാക്കി എല്ലാ കുരങ്ങന്മാരും കൂടെ ചേർന്ന് പെട്ടെന്ന് ആ കുരങ്ങനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് മർദ്ദിച്ചു. എന്തിനാണ് തന്നെ ഉപദ്രവിക്കുന്നതെന്ന് ആ കുരങ്ങന് മനസ്സിലായേ ഇല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ആ പഴം എടുക്കാൻ പോയ ബാക്കി കുരങ്ങന്മാരുടെ കയ്യിൽ നിന്ന് ഉപദ്രവം കിട്ടുന്നു മനസ്സിലായി. ആ കുരങ്ങൻ പഴം എടുക്കാനുള്ള ആ ശ്രമം തന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കൂട്ടിൽ നിന്ന് പഴയ ഒരു കുരങ്ങനെ കൂടെ പുറത്താക്കിയിട്ട് പകരം പുതിയ ഒരു കുരങ്ങനെ അതിനകത്തേക്ക് ആക്കി. ആ കുരങ്ങൻ കൂട്ടിലെത്തിയ ഉടനെ തന്നെ ഈ പഴം കണ്ടു. അതുപോലെ തന്നെ കോണി കയറിയിട്ട് വേഗം പഴം എടുക്കാൻ പോവുകയും ചെയ്തു. എന്നാൽ ബാക്കി എല്ലാ കുരങ്ങന്മാരും കൂടെ ചേർന്ന് ആ കുരങ്ങനെയും വലിച്ച് താഴെയിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. എന്നാൽ അത്ഭുതം എന്താണെന്നോ, കുറച്ചു ദിവസം മുമ്പ് കയറി വന്ന പുതിയ കുരങ്ങനില്ലേ, ആ കുരങ്ങനും ഇത്തവണ മർദ്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ആ കുരങ്ങന് ഇത് എന്തിനാ ചെയ്യണമെന്നേ അറിയില്ല. തനിക്കിങ്ങനെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് താനും ഇങ്ങനെ തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആ കുരങ്ങൻ മർദ്ദിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ പലത് കഴിഞ്ഞു. കുറച്ചായിട്ട് കുരങ്ങന്മാരെ ഓരോരുത്തരായിട്ട്, പഴയ കുരങ്ങന്മാരെ കൂട്ടിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങി. പുതിയ കുരങ്ങന്മാരെ ഓരോരുത്തരായിട്ട് കൂട്ടിനകത്തേക്ക് കയറ്റാൻ തുടങ്ങി. കാലം കുറച്ച് കഴിഞ്ഞു. ഇപ്പം ആ കൂട്ടിൽ വെള്ളം ചീറ്റിക്കുന്നില്ല. ഇപ്പം ആ കൂട്ടിൽ വെള്ളം ചീറ്റിയതിൻ്റെ അനുഭവമുള്ള ഒരു കുരങ്ങനും ഇല്ല. പക്ഷെ ഇപ്പോഴും ആ കൂട്ടിൽ പഴം കെട്ടിത്തൂക്കിയാൽ ഒരു കുരങ്ങന്മാരും എടുക്കില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? പണ്ടെപ്പോഴോ ആ പഴം എടുക്കാൻ പോയപ്പോൾ ആ കൂട്ടിലുണ്ടായിരുന്ന കുരങ്ങന്മാർക്ക് വെള്ളം ചീറ്റിച്ചതും ആ വെള്ളം ചീറ്റിച്ചതിൻ്റെ ഫലമായിട്ട് കൂട്ടിനകത്ത് കുരങ്ങന്മാരൊരു നിയമം ഉണ്ടാക്കിയതും ആ നിയമം പിന്നീട് വന്നവർ അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാതെ അത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തതും ഒക്കെ ആ കുരങ്ങന്മാരുടെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വെള്ളം ചീറ്റിക്കുന്നില്ല, പഴം വേണമെങ്കിൽ കയറി എടുക്കാം. പഴയ അനുഭവമുള്ള കുരങ്ങന്മാരാരുമില്ല. പക്ഷേ ഇപ്പോഴും പഴം ഉണ്ടായിട്ടും ആരും പോയി തൊടുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിലെ പല സിസ്റ്റങ്ങളും ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കസ്റ്റംസ് ഉണ്ടാവും, പലതരത്തിലുള്ള ചിന്താഗതികളുണ്ടാവും. പക്ഷേ ഇത് പണ്ടെപ്പോഴോ മനുഷ്യർക്കുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടായതായിരിക്കാം. ഇപ്പോൾ സാഹചര്യമൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു ചിന്താഗതിയും ആ ഒരു മെത്തേഡുകളും ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത് കാരണത്താലാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളാകുന്ന പഴങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ കുരങ്ങന്മാരല്ലാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുകയും ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് എല്ലാ കാര്യങ്ങളെയും നമ്മളൊന്ന് ഉള്ളിൽ തന്നെ ചിന്തിക്കേണ്ടതുമാണ്. വീഡിയോയുടെ ഇടയിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സിംഗിളാണോ? സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അടുത്തൊരു ചോദ്യം, നിങ്ങൾ സിംഗിളായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹൗ ടു ലീവ് എ ഫുൾഫില്ലിംഗ് സിംഗിൾ ലൈഫ്, ഇത് നിങ്ങൾക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ജ്ഞാനമാണ്. അതായത് ജീവിതത്തിൽ എല്ലാവരും ഒരു ജീവിത പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കുന്നതാണോ ഇഷ്ടം, അതോ ഒറ്റയ്ക്കുള്ള ജീവിതമാണോ ഇഷ്ടം? ഇത് നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നും എങ്ങനെയാണ് ആ ഒറ്റയ്ക്കുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും ഇതേക്കുറിച്ചെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കുവാനും ഒറ്റയ്ക്കുള്ള ജീവിതം തന്നെ സന്തോഷമായി ജീവിക്കുവാനുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ കുക്കു FM-ൽ നിന്നും ഞാനീടെ കേട്ടതാണ്. ഞാൻ കേട്ടത് ഹൗ ടു ലിവ് എ ഫുൾഫില്ലിംഗ് സിംഗിൾ ലൈഫ് എന്ന ഓഡിയോ ആണ്. നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്ക് ഈ ഓഡിയോ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് കുക്കു FM-ൽ നിന്നുള്ള ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കുക്കു FM-ൽ ഇതുപോലെ ഒരുപാട് ഓഡിയോ ബുക്സും ബുക്ക് സമ്മറീസും മറ്റും ഉണ്ട്. അതും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുണ്ട്. ആയിരക്കണക്കിന് മണിക്കൂറുകൾ കേട്ടാലും തീരാത്ത ഓഡിയോ ബുക്സാണ് ഇതിനകത്തുള്ളത്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇത്രയും വലിയൊരു ഓഡിയോ ബുക്ക് ലൈബ്രറി ഒരു വർഷത്തേക്ക് 399 രൂപയ്ക്കാണ് നൽകുന്നത്.
അതും നിങ്ങളിപ്പോൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷത്തേക്ക് 199 രൂപ മാത്രമാണ് ചിലവാകുന്നത്. ജീവിതത്തിന് വേണ്ട അടിസ്ഥാനപരമായ എല്ലാ അറിവുകളും ഒരിടത്തു നിന്നാണ് ലഭിക്കുന്നത്, അതും വർഷത്തിൽ വെറും 199 രൂപ ചിലവാക്കിക്കൊണ്ട്. അതുകൊണ്ട് കുക്കു FM-നെ ഇന്ന് തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുക്കു FM വിസിറ്റ് ചെയ്യൂ, 1 ഇയർ മെമ്പർഷിപ്പ് എടുക്കൂ. അതിനുശേഷം വീഡിയോയിലേക്ക് തിരിച്ചു വരൂ. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഒരു തവളയെ പിടിച്ച് ഒരു പാത്രത്തിലാക്കിയ ശേഷം അതിൽ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ആ പാത്രത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് തീ കൊടുക്കാൻ തുടങ്ങി. വെള്ളം ചൂടായി വരാൻ തുടങ്ങി. വെള്ളം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തവളയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കിടക്കുന്ന വെള്ളത്തിന് ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടിനോടൊപ്പം കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ഒരു സ്വഭാവം തവളയ്ക്കുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ചൂട് ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോൾ തവളയുടെ ശരീര ഊഷ്മാവ് അതിനനുസരിച്ച് കൂട്ടാൻ തുടങ്ങി. പക്ഷേ ഒരു പരിധി വിട്ട് ചൂട് കൂടിയതിന് ശേഷം തവളയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെയായി. കാരണം പിന്നീട് തവളയുടെ ശരീരത്തിന് ചൂട് കൂട്ടാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ ആ തവളയ്ക്ക് ആ ഒരു പാത്രത്തിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷേ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുവാൻ വേണ്ടി തവള തൻ്റെ ഊർജ്ജം മുഴുവൻ ഉപയോഗിച്ച് ഇപ്പോൾ ആ പാത്രത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുവാനുള്ള ശേഷിയും നഷ്ടമായി കഴിഞ്ഞു. അങ്ങനെ ആ തവള ആ വെള്ളം തിളച്ച് അതിൽ തന്നെ മരിച്ചുപോയി. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പിന്നീടാകാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ആപത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ വെച്ച് തന്നെ നമ്മൾ അതിനോട് പ്രതിരോധിക്കണം. നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നതിൻ്റെ ഡിസിഷൻ പെട്ടെന്ന് എടുക്കേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അത് നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുകയും അത് തന്നെ ചെയ്യുകയും വേണം. കാലതാമസം വരുത്തുകയാണെങ്കിൽ ആപത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. സ്റ്റോറി നമ്പർ 3. ഒരിക്കലും ഒരിടത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് അവരുടെ അമ്മായിയമ്മയോട് തീരെ ഇഷ്ടമില്ലായിരുന്നു. വളരെ ദേഷ്യമായിരുന്നു. ഭർത്താവിനെ വളരെ ഇഷ്ടമാണ്, പക്ഷേ അമ്മായിയമ്മയെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ അമ്മായിയമ്മയെ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടി ഒരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വിഷം തരണമെന്ന് പറഞ്ഞു. ഈ വൈദ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വൈദ്യൻ അവിടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തി. ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വിഷം തരാം. ഈ വിഷം ഓരോ ഡ്രോപ്പായിട്ട് പാലിൽ ചേർത്തിട്ട് 2 മാസം അമ്മായിയമ്മയ്ക്ക് കൊടുക്കണം. പക്ഷേ ഈ 2 മാസവും പെട്ടെന്ന് ഈ പാല് കൊടുക്കാൻ തുടങ്ങുന്നത് കാരണത്താൽ എന്തിനാണ് ഇപ്പോൾ പാല് തരുന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷം ചിലപ്പോൾ കുടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അമ്മായിയമ്മയെ സ്നേഹിക്കണം. അമ്മായിയമ്മയുടെ കൂടെ ഒരുപാട് സംസാരിക്കണം, ഇടപഴകണം, അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ സമയം കൊടുക്കണം, ഇങ്ങനെ നല്ല കെയർ കൊടുക്കണം. എന്നിട്ട് വേണം ഈ വിഷത്തിന്റെ ഡ്രോപ്പ് ഒറ്റിച്ചിട്ടുള്ള പാല് കൊടുക്കുവാൻ എന്ന് തീരുമാനിച്ചു. കാരണം പെട്ടെന്ന് ഒരു ദിവസം വിഷം കൊടുത്ത് കൊന്നു കഴിഞ്ഞാൽ ഭർത്താവ് സംശയിക്കും, അതും പ്രശ്നമാണല്ലോ. അതുകൊണ്ട് പതുക്കെ വേണം ഇങ്ങനെ ചെയ്യാമെന്നാണ് വൈദ്യൻ നൽകിയ ഉപദേശം. അങ്ങനെ ഈ സ്ത്രീ വീട്ടിലേക്ക് പോയി അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുക്കാൻ തുടങ്ങി. വൈദ്യര് പറഞ്ഞതുപോലെ തന്നെ ദിവസവും അമ്മായിയമ്മയെ നല്ലപോലെ കെയർ ചെയ്യുന്നു, ഒരുപാട് അങ്ങോട്ട് സംസാരിക്കുന്നു, ഒരുപാട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നു, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പക്ഷേ വിഷം കലർത്തിയ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ തമ്മിൽ വളരെ വലിയൊരു സ്നേഹബന്ധമായി. വേഗം ഈ സ്ത്രീ വൈദ്യൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. വൈദ്യനോട് പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മ മരിക്കരുത്, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ 2 മാസം കഴിഞ്ഞു, ആ വിഷം മുഴുവൻ കഴിഞ്ഞു, അമ്മായിയമ്മയുടെ മരണം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, ഞാൻ തന്നിരുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുവാനുള്ളൊരു മെഡിസിനാണ്, വാസ്തവത്തിൽ അത് വിഷമൊന്നുമല്ല. ഈ 2 മാസം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയാകും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരാളുമായി നമുക്ക് ശത്രുത ഉണ്ടെങ്കിൽ ശത്രുതയ്ക്ക് 2 പരിഹാരമാണുള്ളത്. ഒന്നുകിൽ ആ ശത്രുവിനെ തന്നെ ഇല്ലാതെയാക്കലാണ്, മറ്റൊന്ന് അവിടുത്തെ ആ ശത്രുത ഇല്ലാതെയാക്കലാണ്. ഇവിടെ ചെയ്തത് അതാണ്. ശത്രുവിനെ ഇല്ലാതെയാക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ ശത്രുത ഇല്ലാതെയാവുകയാണ് ചെയ്തത്. അതിനുവേണ്ടി മനസ്സു തുറന്നുള്ള സംസാരവും സംസാരിക്കുന്നത് കേൾക്കാനുള്ള മനസ്സുമാണ് നമുക്കുണ്ടാകേണ്ടത്. ശരി, നമുക്ക് അടുത്ത സ്റ്റോറി കേൾക്കാം. ഒരിക്കലൊരു ഷൂസ് കമ്പനിയിലുള്ള 2 സെയിൽസ്മാൻമാരെ കമ്പനിയിലുള്ളവർ ഒരു ഐലൻഡിലേക്ക് അയച്ചു. 2 പേരോടും പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ ഐലൻഡിൽ പോയി നല്ല രീതിയിൽ ഷൂസ് കച്ചവടം ചെയ്യണം, കമ്പനിക്ക് അവിടെ വലിയൊരു പേരും പ്രശസ്തിയും ഉണ്ടാക്കണമെന്നായിരുന്നു. എന്നാൽ ഇതിൽ ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്പനിക്ക് ഒരു മെയിൽ അയച്ചു, ഈ ഐലൻഡിൽ ആരും ഷൂസ് ഇടുന്ന ശീലമില്ല, ഇവിടെ ആരും ചെരുപ്പേ ഉപയോഗിക്കാത്തവരാണ്, അതുകൊണ്ട് ഇവിടെ കമ്പനി ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നും തന്നെ ഇല്ല. കാരണം ചെരുപ്പേ ഉപയോഗിക്കാത്ത ഒരു നാട്ടിൽ പോയി ചെരുപ്പും ഷൂസൊക്കെ വിൽക്കുന്നത് എങ്ങനെയാണ്? ഇതായിരുന്നു അദ്ദേഹം അയച്ച മെയിൽ. എന്നാൽ മറ്റേ ആള് കമ്പനിക്ക് വേറൊരു മെയിൽ അയച്ചു. അയാൾ പറഞ്ഞു, ഈ ഐലൻഡിലേക്ക് എന്നെ അയച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ആരും ഷൂസ് ഉപയോഗിക്കാറില്ല, ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അത് കാരണത്താൽ എനിക്കിവിടെ ആദ്യമായിട്ട് ഇവരെ ഷൂ ഇടാൻ പഠിപ്പിക്കാം, ചെരുപ്പിടാൻ പഠിപ്പിക്കാം. അങ്ങനെയൊക്കെ പുതിയൊരു ട്രെൻഡ് തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇവർ ചെരുപ്പ് ഉപയോഗിക്കുന്നവരായിരുന്നുവെങ്കിൽ മറ്റ് കമ്പനികൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പം നമ്മുടെ കമ്പനി ഒരു മോണോപ്പൊളി കമ്പനിയാണ്, അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ഷൂ മുഴുവൻ വിറ്റുപോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനിയുടെ മീറ്റിംഗ് സംഘടിപ്പിച്ച സമയത്ത് ഈ 2 പേരെയും കമ്പനിയുടെ ഉടമസ്ഥൻ വിളിച്ചു. അതിനുശേഷം
അതിനുശേഷം ഒരേ സാഹചര്യം രണ്ടാൾക്ക് കിട്ടി. എന്നാൽ ഒരാൾ ആ സാഹചര്യത്തെ നെഗറ്റീവായിട്ടാണ് പരിഗണിച്ചത്, മറ്റേയാൾ ആ സാഹചര്യത്തെ ഏറ്റവും പോസിറ്റീവായിട്ടാണ് പരിഗണിച്ചത്. അതുകൊണ്ട് ആ നെഗറ്റീവായി പരിഗണിച്ച വ്യക്തിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും പോസിറ്റീവായി പരിഗണിച്ച വ്യക്തിയെ കമ്പനിയുടെ മാനേജർ ആക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സാഹചര്യം നെഗറ്റീവോ പോസിറ്റീവോ ആക്കുന്നത് നമ്മളാണ്. സാഹചര്യം വെറൊരു സാഹചര്യമാണ്. നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ച് അത് നെഗറ്റീവോ പോസിറ്റീവോ ആയി മാറിയേക്കാം. നമുക്ക് അടുത്ത സ്റ്റോറി കേൾക്കാം. ഒരിക്കലും ഒരു ഒട്ടകത്തിന്റെ കുട്ടി ഒട്ടകത്തിന്റെ അമ്മയോട് ചോദിക്കുകയായിരുന്നു, അമ്മ എന്തുകൊണ്ടാണ് നമ്മുടെ മുതുകത്ത് ഇങ്ങനെ വലിയൊരു മുഴയുള്ളത്? അപ്പോൾ ഒട്ടകത്തിന്റെ അമ്മ പറഞ്ഞു, അത് നമ്മുടെ ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ നമുക്ക് ചിലപ്പോൾ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ വരും. അങ്ങനെയുള്ള സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഈ മുഴ. അപ്പോൾ വീണ്ടും ഒട്ടകത്തിന്റെ കുട്ടി ചോദിച്ചു, അമ്മ നമ്മുടെ കാലിലെ കുളമ്പ് എന്തുകൊണ്ടാണ് ഇത്രയും പരന്നതായി മാറിയത്? അപ്പോൾ ഒട്ടകത്തിന്റെ അമ്മ പറഞ്ഞു, അത് നമ്മൾ ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ നടന്നു പോകുന്ന സമയത്ത് മണലിലൂടെയാണ് നടക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ രീതിയിലുള്ള ഒരു കുളമ്പുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടകത്തിന്റെ കുട്ടി വീണ്ടും ചോദിച്ചു, നമ്മുടെ കൺപോളകൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കനം, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഒട്ടകത്തിന്റെ അമ്മ പറഞ്ഞു, അത് ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ മണൽക്കാറ്റുകൾ അടിക്കും. അപ്പോൾ ആ മണൽക്കാറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അത് കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണുകൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടകത്തിന്റെ കുട്ടി ചോദിച്ച ചോദ്യമാണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മരുഭൂമിയിലെ സർവൈവിങ്ങിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സൂവിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് അമ്മയ്ക്ക് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ്, ഈ സ്റ്റോറി നമുക്ക് ദയനീയമായൊരു അവസ്ഥയാണ് പറഞ്ഞു വരുന്നത്. ഈ ലോകത്തിലെ ഓരോ ജീവികളും അതാത് ജീവജാലങ്ങൾ ജീവിക്കേണ്ട ഒരു പരിസ്ഥിതിയുണ്ട്. ആ പരിസ്ഥിതിയിൽ ജീവിക്കേണ്ട രീതിയിലാണ് ജീവജാലങ്ങളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ജീവജാലങ്ങളെയെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി സൂ മുതലായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നു. നമ്മളാരും സൂ സന്ദർശിക്കുന്ന സമയത്ത് ഇതിനോടൊന്നും പ്രതികരിക്കുന്നുമില്ല. വാസ്തവത്തിൽ ഈ ലോകത്തെ എല്ലാ ജീവികൾക്കും നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ലോകത്തിലുള്ള ഒരു ജീവികളെയും നമ്മൾ ഉപദ്രവിക്കരുത്. അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഒരിക്കലും ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് കണ്ണിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾക്ക് കളറുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാകും. പച്ച കളർ മാത്രമേ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. പച്ച കളർ കാണുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാ കളറും ഇൻഫെക്ഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് ഉടനെ തന്നെ രാജ്യത്തിലുള്ള സകല വിദ്വാൻമാരെയും വിളിച്ചു വരുത്തി അതിനുശേഷം രാജ്യത്തിൽ താൻ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം പച്ചപ്പുണ്ടാക്കുവാൻ വേണ്ടി പറഞ്ഞു. രാജ്യത്തിലെ റോഡ് സൈഡിലെല്ലാം പച്ചപ്പ്, ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു, റോഡിനൊക്കെ പച്ച പെയിന്റ് അടിക്കാൻ പറഞ്ഞു, കെട്ടിടങ്ങൾക്കെല്ലാം പച്ച പെയിന്റ് അടിക്കാൻ പറഞ്ഞു, സകല സാധനങ്ങളും പച്ചയാക്കി മാറ്റി, കൊട്ടാരവും കർട്ടനും സകലതും പച്ചയാക്കി മാറ്റി. അങ്ങനെ രാജാവ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ രാജ്യത്തിലെ വളരെ വലിയൊരു വിദ്വാൻ കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ കണ്ട അതിശയിച്ചു പോയി, എന്തുകൊണ്ട് ഈ സ്വർണ്ണത്തിന്റെ കൊട്ടാരങ്ങൾ പോലും പച്ചക്കളർ അടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ വൈദ്യര് പറഞ്ഞു, രാജാവിന് പച്ചക്കളർ കണ്ടാൽ മാത്രമേ കണ്ണിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഇത്രയും രാജ്യത്തിലെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചിട്ട് പെയിന്റ് അടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിദ്വാൻ പറഞ്ഞു, അതിനുവേണ്ടി ഇത്രയധികം സമ്പത്ത് ചെലവാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു 100 രൂപയുടെ പച്ച കണ്ണട ഈ രാജാവിന്റെ കണ്ണിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് ആ സ്ഥലത്തിലെ വിദ്വാൻമാരൊക്കെ ഇളിബിരായിപ്പോയി. ഫ്രണ്ട്സ്, ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ലോകത്തിലിറങ്ങി ലോകത്തിലെ സകല കാര്യങ്ങളിൽ ഇടപെട്ട് അതൊക്കെ മാറ്റുക, മറ്റൊന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. ഇതിലേറ്റവും എളുപ്പം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കഥകൾ വളരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കഥകളുടെ സന്ദേശം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.